സീറോ മലബാർ സഭ വിമതന്മാർക്ക് തിരിച്ചടിയായി പാലാരിവട്ടം പള്ളിയിൽ ജനാഭിമുഖ കുർബാന നിരോധിച്ചുകൊണ്ടുള്ള കോടതിയുടെ ഇഞ്ചക്ഷൻ ഓർഡർ വികാരി പൈനുങ്കലിന് സെർവ് ചെയ്തു. പള്ളിയിൽ ഇഞ്ചക്ഷൻ ഓർഡർ പതിപ്പിക്കാൻ ആമീൻ എത്തിയപ്പോൾ അതിന് സാക്ഷിയായി വന്ന ഫ്രാൻസിസിനെയും ഔസേപ്പച്ചനെയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായി പരാതി ഉയർന്നു. പാലാരിവട്ടം പള്ളിയിലെ കപ്പിയാരും ഭാര്യയും മറ്റൊരു ഇടവക അംഗവും കൂടി അസഭ്യം പറയുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. കപ്പ്യാരുടെയും കൂട്ടരുടെയും നിലവാരവും സംസ്കാരം പൂർണ്ണമായി വെളിപ്പെടുത്തുന്ന വീഡിയോ അനേകം ആളുകളാണ് ഷെയർ ചെയ്തും കമന്റ് ചെയ്തും പ്രചരിപ്പിക്കുന്നത്. വീഡിയോയുടെ ഒപ്പം തന്നെ ഇഞ്ചക്ഷൻ ഓർഡർ പഠിപ്പിക്കുന്നത് റിപ്പോർട്ട് ചെയ്യാനെത്തിയ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെയും ഇവർ ആക്രോശിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരു ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്കായി വേല ചെയ്ത് ദൈവത്തോട് ഏറ്റവും കൂടുതലായി അടുത്ത് നിൽക്കേണ്ടയാളാണ് ഒരു കപ്പ്യാരെന്ന് ഓർക്കണം. പക്ഷേ തിന്മകൾ നിറഞ്ഞ അനുസരണക്കേടിന്റെ ബലിയർപ്പിക്കുന്നവരുടെ കൂടെയുള്ള ഈ ആത്മാവ് ഏതെന്ന് ഇവരുടെ പ്രവൃത്തികളിലൂടെയും വാക്കുകളിലൂടെയും തന്നെ വ്യക്തമാണ്. പാലാരിവട്ടം പള്ളിയിലെ കപ്പ്യാരുടെയും ഭാര്യയുടെയും പേരിൽ പോലീസിൽ പരാതി കൊടുക്കാൻ ഒരുങ്ങുകയാണ് വിശ്വാസികൾ. കോടതിയിൽ നിന്ന് വന്നവരെ പോലും അസഭ്യം പറയുന്നത് കേൾക്കുമ്പോൾ ഇതര മതസ്ഥരുടെ മുമ്പിൽ ക്രൈസ്തവർ അവഹേളിക്കപ്പെടുകയല്ലേ? അതും ക്രിസ്തുവിനെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. ആയതിനാൽ കപ്പ്യാരെ തൽസ്ഥാനത്ത് നിന്ന് ഉടൻ നീക്കം ചെയ്യണം. ദേവാലയം എന്നാൽ സഭയാണ്. ദേവാലയത്തിൽ ദിവ്യബലി അർപ്പണം തുടരുന്നില്ലെങ്കിൽ ആരാധനയ്ക്കും മറ്റു തിരുക്കർമ്മങ്ങൾക്കും പ്രസക്തിയില്ല. അതും തുടരാൻ പാടുള്ളതല്ല. ജനാഭിമുഖ കുർബാനയ്ക്ക് പരോക്ഷമായി പിന്തുണ കൊടുക്കുന്ന അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരിനെ അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്തു നിന്നും മാറ്റണമെന്നും വിശ്വാസികൾ ആവശ്യപ്പെടുന്നു.